ഈ ലോകത്ത് പലതരം പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലൊരു പ്രശ്നമാണ് അറ്റാച്ച്മെൻറ്റ്. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടുപോയിരിക്കുന്നത് അറ്റാച്ച്മെൻറ്റ് എന്ന ട്രാപ്പിലാണെന്ന്. നമ്മളിൽ പലരും ഈ ട്രാപ്പിൽ പെട്ടുപോയവരാണ്. പലതരം കാര്യങ്ങളുമായി നമ്മൾ അറ്റാച്ച്ഡായി പോകുന്നു. ചിലപ്പോൾ ചില വ്യക്തികളുമായി, ചിലപ്പോൾ ചില വസ്തുക്കളുമായി, ചിലപ്പോൾ ചില സാഹചര്യങ്ങളുമായി. ഈ വ്യക്തികളും വസ്തുക്കളും സാഹചര്യങ്ങളും ഒരിക്കലും മാറരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും അറ്റാച്ച്മെൻറ്റും സ്നേഹവും ഒന്നായി കരുതുന്നു. സത്യമെന്നാൽ ഇവ തീർത്തും ഓപ്പോസിറ്റുകളായിട്ടുള്ള കാര്യങ്ങളാണ്. സ്നേഹമുള്ളിടത്ത് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല, അറ്റാച്ച്മെൻ്റ് ഉള്ളിടത്ത് സ്നേഹവും ഉണ്ടാവില്ല. സങ്കടകരമായ കാര്യമെന്നാൽ ലോകത്ത് ഭൂരിഭാഗം ആൾക്കാരും ഇതുവരെ യഥാർത്ഥ സ്നേഹം അനുഭവിച്ചിട്ടില്ല. സ്നേഹത്തിൻ്റെ പേരിൽ അവർ കണ്ടിട്ടുള്ളതും അവർ അനുഭവിച്ചിട്ടുള്ളതും അറ്റാച്ച്മെൻ്റാണ്. ചിലർ പറയുന്നത് നമ്മുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നതിൽ നിന്നും, നമ്മുടെ യഥാർത്ഥ സാധ്യതകൾ തിരിച്ചറിയുന്നതിൽ നിന്നും നമ്മളെ തടയുന്നത് നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് ഒന്ന് മാത്രമാണെന്നാണ്. അറ്റാച്ച്മെൻറ്റ്സ് ഒരു കുഴപ്പമാണ്. അത് പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതിൽ ചിലത് നമുക്കിന്ന് നോക്കാം. പറയുന്നത് അറ്റാച്ച്മെൻറ്റ്സ് നമ്മളെ ഒരടിമയാക്കി മാറ്റുന്നു എന്നാണ്. നോക്കൂ, സ്നേഹിച്ചോളൂ. എത്ര സാധിക്കുമോ അത്രയും സ്നേഹിച്ചോളൂ. സ്നേഹം പോലെ മനോഹരമായി മറ്റൊന്നുമില്ല. പക്ഷേ അറ്റാച്ച്മെൻറ്റ്സ് വേണ്ട. കാരണം അറ്റാച്ച്മെൻറ്റ് നിങ്ങളെ ഒരടിമയാക്കി മാറ്റുന്നു. യഥാർത്ഥ സ്നേഹത്തിൽ ഒരിക്കലും ആരും ആരുടെയും അടിമയാവില്ല. സ്നേഹത്തിന് പുറത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ ഒരിക്കലും ഒരു ചെറിയ കാര്യം പോലും അടിമയായി ചെയ്യരുത്. ഒരടിമയായി മാറുക എന്നത് മരണത്തെക്കാളും സങ്കടകരമായ കാര്യമാണ്, ശരിയല്ലേ? അറ്റാച്ച്മെൻറ്റ് നിങ്ങളെ ഒരടിമയാക്കി മാറ്റുന്നു. ചിലപ്പോൾ ഒരു വ്യക്തിയുടേതാവാം, ചിലപ്പോൾ ചില വസ്തുവിൻ്റെതാവാം. എന്തായിരുന്നാലും അത് സങ്കടകരമായ കാര്യമാണ്. 2. അറ്റാച്ച്മെൻറ്റ്സ് കാരണം നമ്മൾ പലതരം പ്രവൃത്തികൾ ചെയ്യുന്നു. ചിലപ്പോൾ വൃത്തികേടുകൾ ചെയ്യുന്നു, ചിലപ്പോൾ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നു, ചിലപ്പോൾ മണ്ടത്തരമായ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നു. അറ്റാച്ച്മെൻറ്റ്സ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പലതും ചെയ്യിപ്പിക്കും. സങ്കടകരമായ കാര്യമെന്നാൽ ഇതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും പലരാണ്. ചിലപ്പോൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഏത് വ്യക്തിയുമായി അറ്റാച്ച്ഡ് ആണോ അയാളായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആൾക്കാരുടെ അറ്റാച്ച്മെൻറ്റ് കാരണം അനുഭവിക്കേണ്ടി വരുന്നതെല്ലാം ചുറ്റിനുമുള്ള സാധാരണ ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നിങ്ങളോടൊരാൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിക്കുക. അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരാളുമായി അറ്റാച്ച്ഡ് ആണെന്നിരിക്കട്ടെ, അയാൾക്ക് വേണ്ടി നിങ്ങൾ പലതും ചെയ്തു കൂട്ടുന്നു. ഒടുവിൽ അതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. പലപ്പോഴും അറ്റാച്ച്മെൻറ്റ് കാരണം ഫലം അനുഭവിക്കേണ്ടി വരുന്നത്, ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പലരാണ്. അറ്റാച്ച്മെൻറ്റ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നു. 3. അറ്റാച്ച്മെൻറ്റ് നമ്മളെ വളരെയധികം സെൽഫിഷായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നു. ഇത് വളരെ മോശമായൊരു കാര്യമാണ്, ശരിയല്ലേ? 4. അറ്റാച്ച്മെൻറ്റ് നമ്മളെ അസൂയുള്ളൊരു വ്യക്തിയാക്കി മാറ്റുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അസൂയയാണ് പല പ്രശ്നങ്ങളുടെയും വേര്, പല പ്രശ്നങ്ങളുടെയും റൂട്ട്. അറ്റാച്ച്മെൻറ്റ് നമ്മളുടെ ഉള്ളിൽ അസൂയ ജനിപ്പിക്കുന്നു. 5. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, നമ്മുടെ യഥാർത്ഥ സാധ്യതകൾ, നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഹൈറ്റ്സ്, ഇതെല്ലാം നമ്മളിൽ നിന്ന് ദൂരെ നിൽക്കാൻ കാരണം നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് മാത്രമാണ്. അറ്റാച്ച്മെൻറ്റ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യൂ.